എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി ലാസ്റ്റ് ഒരു ഭാഗം കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. കുറച്ച് ചെറിയൊരു ഭാഗമാണ്, പിന്നെ അതിൻ്റെ ഒരു ടേബിളും കൂടി പറയാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടതല്ല, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ചില സമ്മേളനങ്ങൾ, ചില കോൺഫറൻസുകളെ സൂചിപ്പിക്കുന്ന ഒരു ടേബിളും കൂടി. അത് വലിയ രീതിയിലേക്ക് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. എനിവേ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ആദ്യമായിട്ട് പറയാനുള്ളത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും എന്താണെന്നുള്ളതാണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും. അപ്പം ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം എന്ന് പറയും. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ നമ്മൾ ഹരിതഗ്രഹ പ്രഭാവം എന്ന് മലയാളത്തിൽ പറയും. ശരിക്കും ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഒരു നല്ല കാര്യമാണ്, പക്ഷേ അതിൻ്റെ ഒരു അളവ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമിയിലെ ടെമ്പറേച്ചർ കൂടുക. ശരിക്കും ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് നല്ലതാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം. ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത്, എങ്കിലും നമുക്കൊന്നും കൂടെ നോക്കാം. സർട്ടൈൻ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആർ കാപ്പബിൾ ഓഫ് ട്രാപ്പിംഗ് ദ സോളാർ എനർജി, അതായത് ഇൻസോലേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ. സച്ച് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രസ് ഓക്സൈഡ് ആർ നോൺ ആസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതായത് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡും ഇങ്ങനെയുള്ള ചില ഗ്യാസസുകൾക്ക്, അറ്റ്മോസ്ഫിയറിലുള്ള ചില ഗ്യാസസുകൾക്ക് നമ്മുടെ സോളാർ എനർജിയെ ട്രാപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഇൻസുലേഷൻ വഴി എന്ത് ചെയ്യുന്നു, ഭൂമിയിലേക്ക് സൺലൈറ്റ് അല്ലെങ്കിൽ സണ്ണിൻ്റെ എനർജി വരുന്നു. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഇത്തരം ഗ്യാസുകൾക്ക് എന്ത് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വരുന്ന എനർജിയിൽ പലതിനെയും പിടിച്ചു വെക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അത് മാത്രമല്ല, തിരിച്ച് ഇവിടുന്ന് നമ്മളുടെ ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി പോകുമ്പോഴും ഈ ഗ്യാസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസുലേഷൻ ഉള്ളതിനേക്കാളും കൂടുതൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി തിരിച്ചു പോകുന്ന സമയത്ത്, അതായത് ചൂട് ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത്, നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോഴും ഈ ഗ്യാസുകൾക്ക്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള ചില ഗ്യാസുകൾക്ക് അതിനെ ട്രാപ്പ് ചെയ്ത് അതിനെ പിടിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. മുഴുവനായിട്ടല്ല, അതിനെ ഒരു പരിധി വരെ പിടിച്ചു വെക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇത്തരം ഗ്യാസുകളെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുക. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ഇതൊക്കെ നമുക്ക് എന്താണെന്ന് പറയാം, ഗ്രീൻ ഹൗസ് ഗ്യാസസുകളാണെന്ന് പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസുകൾ രണ്ട് ടൈപ്പിലാണ്. ഒന്ന് വേരിയബിൾ ഗ്യാസസുകളുണ്ട്, മറ്റൊന്ന് കോൺസ്റ്റൻറ്റ് ഗ്യാസസുകളുണ്ട്. സ്ഥിരമായിട്ട് ഒരേ അളവിലുള്ള ഗ്യാസസുകളെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ഗ്യാസസുകൾ എന്ന് പറയാം. എന്നാൽ അതിൻ്റെ അളവ് വേരി ചെയ്യുന്ന ഗ്യാസസുകളുണ്ട്, അതാണ് വേരിയബിൾ ഗ്യാസസ്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും ഒക്കെ വേരി ചെയ്യുന്നതാണ്. അതായത് അതിൻ്റെ അളവ് കൂടുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വേരിയബിൾ ഗ്യാസാണ്. അപ്പം മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഫോസിൽ ഫ്യൂവൽസ് അമിതമായിട്ട് വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നൊക്കെ പുറത്തേക്ക് തള്ളുന്ന ഫോസിൽ ഫ്യൂവൽസ് അത് കത്തിക്കുന്നതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് ഗ്യാസസുകളല്ല, ഇതൊക്കെ വേരിയബിൾ ഗ്യാസസ്, അതിൻ്റെ അളവ് കൂടുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ്, വേറെയുണ്ട് കുറേ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ ഇത്തരം ഗ്യാസസുകൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയുന്ന ഒരു 10 ഗ്യാസസുകളുണ്ട്. അപ്പോൾ ആ 10 പേര്, ഈ പറയുന്ന ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ ഇവരെ പിടിച്ചു വെച്ചു. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മുടെ ഇതിൻ്റെ അളവ് കൂടാനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടി, നേരത്തെ 10 ആയിരുന്നു, ഒരു 100 ആയെന്ന് വിചാരിച്ചു നോക്കൂ. അപ്പം ഈ പിടിച്ചു വെക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി. അപ്പോൾ പിടിച്ചു വെക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ എന്തായിരിക്കും, പിടിച്ചു വെക്കുന്ന ടെമ്പറേച്ചറിൻ്റെ അല്ലെങ്കിൽ ഈ സോളാർ എനർജിയുടെ അളവും കൂടുതലായിരിക്കും. കുറച്ചാണ് ഉള്ളതെങ്കിൽ കുറച്ചാണ് പിടിച്ചു വെക്കുക, കൂടുതലുണ്ടെങ്കിലോ കൂടുതലായിട്ട് പിടിച്ചു വെക്കും. കൂടുതൽ ആൾക്കാർ പിടിച്ചു വെക്കാനുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ അതിനെ പിടിച്ചു വെക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം ഇതാണ്, നമ്മുടെ മനുഷ്യരുടെ പ്രവൃത്തി മൂലം ഈ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസുകളുടെ അളവ് കൂടുന്നുണ്ട്. അപ്പോൾ കൂടുന്നത് കൊണ്ട് തന്നെ ഈ ഇൻസുലേഷൻ വഴി വരുന്ന ടെമ്പറേച്ചറിനെയും ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി പോകുന്ന ടെമ്പറേച്ചറിനൊക്കെ പിടിച്ചു വെക്കുന്നതിൻ്റെ അളവ് കൂടുന്നുണ്ട്. പണ്ട് നമുക്ക് ഈ പറയുന്ന ഗ്യാസസുകൾ ഇതിനൊക്കെ പിടിച്ചു വെക്കുമ്പോൾ നമുക്കതൊരു ഉപകാരമായിരുന്നു. എങ്ങനെയാണ് അത് ഉപകാരപ്പെടുന്നത്? ഭൂമിയിൽ ഈ പറയുന്ന ചെടികൾ വളരണമെങ്കിൽ മനുഷ്യർക്കും അതുപോലെ തന്നെ ഈ പറയുന്ന മരങ്ങൾക്കും ചെടികൾക്കുമൊക്കെ
ചൂട് ആവശ്യമാണ്. അവയ്ക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ആവശ്യമാണ്? ചൂട് അനിവാര്യമാണ്. ആ ചൂട് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചൂട് അത്യാവശ്യമാകുമ്പോൾ ഈ ഭൂമിയിൽ ചൂട് നിലനിർത്തി തരുന്നത് ശരിക്കും ഇവരുടെ ഒരു സഹായത്താലായിരുന്നു. ഈ പറയുന്ന ഗ്യാസസുകളായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഇവയെ പിടിച്ചു വെച്ചിട്ട് ഇതിനെ നമുക്ക് ശരിക്കും ഒരു സഹായം രൂപത്തിൽ ചെയ്യുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ അളവ് കൂടിയപ്പോഴോ ആ സഹായം ഇപ്പോൾ നമുക്ക് എന്തായി മാറുകയാണ്? ഒരു ഉപദ്രവമായി മാറുകയാണ്. കാര്യം എന്താണ്? നമുക്ക് അത്രത്തോളം ചൂട് വേണ്ട, നമുക്ക് ആവശ്യമുള്ള ചൂട് മതി. പക്ഷേ ഇതിൽ ചൂട് കൂടുതലാവാനായിട്ട് കാരണമാവുകയാണ്. അതിൻ്റെ കാരണക്കാർ ശരിക്കും ആര് തന്നെയാണ്? ഈ ഗ്യാസസുകളല്ല. ഈ ഗ്യാസസുകളുടെ അളവ് കൂടുതലാക്കുന്ന നമ്മൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യക്കാർ, ഇതിൻ്റെ കാരണക്കാർ എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് അലോ സൺലൈറ്റ് ടു പാസ് ഇൻ ടു ദ എർത്ത് സർഫേസ് ആൻഡ് കീപ് ദ അറ്റ്മോസ്ഫിയർ വാം ബൈ ഇൻ്റർസെപ്റ്റിംഗ് ടെറസ്ട്രിയൽ റേഡിയേഷൻ റിട്ടേണിംഗ് ഫ്രം ദ എർത്ത് സർഫേസ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസുകളാണ് ഇത് ഈ പറയുന്ന പോലെ ഗ്യാസസുകളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നതും തിരിച്ചു പോകുന്ന ഗ്യാസസുകളൊക്കെ തിരിച്ചു പോകുന്ന ഈ റേഡിയേഷനൊക്കെ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഗ്യാസസുകളാണ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വിളിക്കുക. ഈ ഗ്യാസസുകൾ ഇങ്ങനെ ഈ ചൂടിനെ പിടിച്ചു വെക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന ഈ പ്രോസസ്സാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ശരിക്കും നമുക്ക് നല്ലതാണ്, ഓക്കെ. പക്ഷെ അതിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഇതിന് പ്രശ്നമായിട്ട് വരുന്നത്. സം ഹ്യൂമൻ ആക്ടിവിറ്റീസ് റിസൾട്ട്സ് ഇൻ എക്സസ് പ്രൊഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. മനുഷ്യൻ്റെ ചില പ്രവർത്തികൾ വലിയ അളവിൽ എന്ത് ചെയ്യുകയാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസുകളുടെ പ്രൊഡക്ഷൻ കൂട്ടി, ഇവയുടെ അളവ് കൂട്ടി മനുഷ്യൻ്റെ ചില കാരണങ്ങൾ. ഡ്യൂ ടു ദീസ്, അത് കാരണം ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ബിക്കം സ്ട്രോങ്ങർ ആൻഡ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ കൂടുതലായി, അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കൂടുതലായി, സ്ട്രോങ് ആയി, സ്വാഭാവികമായിട്ടും ഇവ പിടിച്ചു വെക്കുന്ന ടെമ്പറേച്ചറും കൂടുതലായി. ഭൂമിയിൽ നിന്ന് ഈ ടെമ്പറേച്ചർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈ ടെമ്പറേച്ചർ മേലോട്ടേക്ക് പോവാതായി, അത്രത്തോളം ചൂടായി. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതാണ്, ഈ ടെമ്പറേച്ചറാണ്. ദിസ് ഇൻക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ഗ്ലോബൽ വാർമിംഗ്. ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടുന്ന ആ ഒരു എന്താ പറയുക, ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അമിതമായപ്പോൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ കൂടുതലായപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് സ്ട്രോങ് ആയി. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് സ്ട്രോങ് ആയപ്പോൾ ടെമ്പറേച്ചർ പിടിച്ചു വെക്കുന്നത് അതായത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് സ്ട്രോങ് ആയി എന്ന് പറഞ്ഞാൽ തന്നെ ടെമ്പറേച്ചർ കൂടുതലായി പിടിച്ചു വെക്കൽ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ ചൂടിലേക്ക്, നമുക്ക് ആവശ്യത്തിനുള്ളതിനേക്കാൾ കൂടുതൽ ചൂടിലേക്ക് അറ്റ്മോസ്ഫിയർ എത്തുകയായി. ഇതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്നത്, ആഗോള താപനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കൂടുന്നത്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ കൂടുന്നത്, അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് വരുന്നത് എങ്ങനെയാണ്? ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് സച്ച് ആസ് കോൾ ആൻഡ് പെട്രോളിയം. പ്രധാനമായിട്ട് നമ്മൾ ഫാക്ടറികളിൽ യൂസ് ചെയ്യുന്ന, ഇൻഡസ്ട്രീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത് കോളാണ്, കൽക്കരി. അതുപോലെ തന്നെ പെട്രോളിയം എന്ന് പറഞ്ഞാൽ പെട്രോൾ, ഡീസൽ, ഇതൊക്കെയാണ് നമ്മൾ വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്നത്, അല്ലേ? ഇവയെ മൊത്തത്തിൽ നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് എന്ന് വിളിക്കും. അതായത് നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് ഈ പറയുന്ന ഫ്ലോറ ആൻഡ് ഫോണൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മണ്ണിൽ ലയിച്ച് അതിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന, ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഈ ഫോസിൽ ഫ്യൂവൽസ് ഭയങ്കരമായിട്ട് ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോപ്പുലേഷൻ കൂടി, അപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടി, ലോകത്ത് കൂടുതൽ ഫാക്ടറികൾ വന്നു, അല്ലേ? ഇവിടൊക്കെ ഈ പറയുന്ന ഫ്യൂവലായിട്ട് കോളും പെട്രോളും യൂസ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുകയാണ്? ഇവയുടെ ഒരു അളവ് കൂടുതലാവുകയാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന വേസ്റ്റുകൾ, അല്ലേ? അതുപോലെ സോളിഡ് വേസ്റ്റ്, അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് വേസ്റ്റുകൾ ഒക്കെ എന്ത് ചെയ്യുകയാണ്? ഇതിൻ്റെ ഒരു ആക്കം കൂട്ടുകയാണെന്നാണ് പറയുന്നത്. ആർ ദ സോഴ്സസ് ഓഫ് എക്സസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇവയൊക്കെയാണ് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ കൂടുതലായിട്ട് എത്തിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് ആക്സലറേറ്റ്സ് ക്ലൈമറ്റ് ചേഞ്ച്. ഈ ഗ്ലോബൽ വാർമിംഗ് എന്തിലേക്ക് എത്തിക്കുകയാണ്? നമ്മളെ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് എത്തിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമുക്കിത് കുറയ്ക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? ഈ ഫോസിൽ ഫ്യൂവൽസിന് പകരം നമ്മൾ ഇലക്ട്രിക് ആയിട്ടുള്ള വാഹനങ്ങൾ പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പറയില്ലേ ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൺവെൻഷണൽ എനർജികളാണ്, കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി സോഴ്സുകളാണ്. ഇതിന് പകരം നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി സോഴ്സുകൾ യൂസ് ചെയ്യുക, അതായത് സോളാർ എനർജി, അതുപോലെ തന്നെ ഇപ്പോൾ കറണ്ട് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇത്തരം ഫോസിൽ ഫ്യൂവൽസാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഈ സോളാർ എനർജി, അല്ലെങ്കിൽ വിൻഡ് എനർജി, അതുപോലെ തന്നെ ബയോഗ്യാസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇവയുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ പുറത്തേക്ക് തള്ളുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അപ്പോൾ നമുക്ക് ഈ പറയുന്ന
ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റെഡ്യൂസ് ചെയ്യാം, ഗ്ലോബൽ വാർമിങ്ങിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളെ ക്ലൈമറ്റ് ചേഞ്ചിനെ വലിയ അളവിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അതിന് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ കൊറോണ സമയത്തൊക്കെ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് മനസ്സിലാവില്ല, പല വാർത്തകളിലും വന്നിട്ടുണ്ടായിരുന്നു, മനുഷ്യരൊന്നും അധികം പുറത്തിറങ്ങുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും വാഹനങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ പൊല്യൂഷനൊക്കെ വളരെയധികം കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പല ഭാഗങ്ങളിലും ഈ പറയുന്ന നമ്മൾ ഈ ഓസോൺ ലെയറിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ചെറുപ്പത്തിൽ. ഈ ഓസോണിലൊക്കെയുള്ള പല ലെയറുകളൊക്കെ അത് അടഞ്ഞു, വലിയ വലിയ ലെയറുകൾ, ഈ പറയുന്ന ഹോളുകളൊക്കെ അടഞ്ഞു എന്നാണ്. ലെയറുകളിലെ പല ഹോളുകളും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല ഹോളുകളൊക്കെ അടഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടിയാണ് നമുക്കുള്ളത്. ആ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ഒരു ക്ലാസ്സിൽ ചെറിയൊരു ഭാഗം കൂടിയുള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.